ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് കുറച്ച് ഗ്രേവിയോട് കൂടിയുള്ള നല്ല തിക്കായിട്ടുള്ളൊരു ചില്ലി ചിക്കനാണ്. ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ബിരിയാണിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ ഒരു അടിപൊളി കോമ്പിനേഷനാണ് ഈ ഒരു ചില്ലി ചിക്കൻ. കഴിഞ്ഞ ദിവസം നമ്മൾ 3 മിനിറ്റിൽ വളരെ എളുപ്പത്തിൽ കുക്കറിൽ എങ്ങനെ ബിരിയാണി ഉണ്ടാക്കാം എന്ന ആ റെസിപ്പിയുടെ കൂടി ഈ ഒരു ചില്ലി ചിക്കനാണ് സെർവ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മന്ന കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും കൂടി നിങ്ങൾ മറക്കല്ലേ. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഈ ഒരു ചില്ലി ചിക്കൻ വയ്ക്കുന്നത് 2 കിലോ ചിക്കൻ വെച്ചിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയ പീസും എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മസാലയൊക്കെ പുരട്ടി ഒരു അരമണിക്കൂർ വയ്ക്കണം. അതിനായിട്ടൊരു ബൗളിലേക്ക് ഞാൻ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അടുത്തതായിട്ട് ഇതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ മൈദയും 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോറുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ കൂടി ഒരു 2 ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കുവാണ്. അടുത്തതായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ചില്ലി ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു ചില്ലി ചിക്കൻ മസാല നമ്മുടെ സാധാരണ സ്റ്റേഷനറി കടകളിലൊക്കെ കിട്ടും. ഇനി ചില്ലി ചിക്കൻ മസാല കിട്ടിയില്ലെങ്കിൽ അതിന് പകരം കാശ്മീരി മുളക് പൊടി ചേർത്താലും മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഞാനിവിടെ 2 കിലോ ചിക്കനുള്ള മെഷർമെൻറ്റാണ് കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് 1 കിലോ ചിക്കനുള്ളത് മതിയെങ്കിൽ ഇതിൻ്റെ പകുതി മെഷർമെൻറ്റ് എടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. അതിന് ശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഒരുപാട് ഡ്രൈ ആക്കി എടുക്കണ്ട, ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. ഒരു വശം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള ചിക്കൻ പീസസും കൂടി വറുത്തെടുക്കാം. അങ്ങനെ ചിക്കൻ മുഴുവനും ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചില്ലി ചിക്കനുള്ള ഗ്രേവി റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു 2 വലിയ സവാള ചതുരത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു വലിയ ക്യാപ്സിക്കവും ഇതുപോലെ ചതുരത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ ചൈനീസ് ഡിഷ് ചെയ്യുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ഏതെങ്കിലും റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽ വേണം എടുക്കാനായിട്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആദ്യം സവാള ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വേവിച്ചെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതി. സവാള ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കവും കൂടി ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ആദ്യമേ സവാളയോട് ചേർത്ത് കൊടുക്കാത്തത് പെട്ടെന്ന് വെന്ത് പോവും. അതുകൊണ്ടാണ് സവാളയിൽ വാടി വന്നതിന് ശേഷം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഞാനൊരു ഉരുളി വെച്ചിട്ട് അതിലും കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്കൊരു 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും ഒരു മീഡിയം സൈസ് ഇഞ്ചി കൊത്തി അരിഞ്ഞതും ഒരു 10 അല്ലി വെളുത്തുള്ളി വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞതുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് ഇട്ട് കൊടുത്തപ്പോൾ വീഡിയോ ഓൺ ചെയ്യാനായിട്ട് മറന്നുപോയതാണ്. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ ചില്ലി ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. മസാല ചേർത്ത് കൊടുത്തിട്ട് ആ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. മസാല നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ സോയാ സോസും 3 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും 5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ സോസുകളെല്ലാം ഇവിടെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 ലിറ്റർ വെള്ളം ചേർത്ത് കൊടുക്കുവാണ്. 1 ലിറ്റർ അല്ലെങ്കിൽ 4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. സോയ സോസിലേക്ക് നല്ലതുപോലെ ഉപ്പുള്ളത് കൊണ്ട് നോക്കി വേണം ചേർത്ത് കൊടുക്കാനായിട്ട്.
ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടി നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അങ്ങനെ ചിക്കൻ ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു 1/2 കപ്പ് വെള്ളത്തിൽ 5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കലക്കിയതാണിത്. ഇത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ വെള്ളമൊക്കെ വറ്റി നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ട് വരും. കോൺഫ്ലോർ മിക്സ് ഒഴിച്ച് കഴിഞ്ഞൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള ക്യാപ്സിക്കവും സവാളയും ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കവും സവാളയും ചേർത്തിട്ട് ഒരു 2 മിനിറ്റും കൂടി ചെറുതീയിലൊന്ന് വേവിച്ചെടുക്കണം. ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ ഇതിന് മുകളിൽ കുറച്ച് മല്ലിയില കൂടി ഒന്ന് ഇട്ട് കൊടുക്കുവാണ്. ഇനി അടച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. കുറച്ച് നേരം അടച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ. വേറൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.